ഹലോ വെരി ഗുഡ് ഈവനിങ് എവറി വൺ. ഞാൻ ശ്രുതി അശോക്. അപ്പം ഇന്ന് നമ്മൾ ലൈവ് വന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രണ്ടുപേരുണ്ട് ആക്ച്വലി. എൻ്റെ കൂടെ ഒരു കോ ഹോസ്റ്റ് ഉണ്ട്. സോ ഐ വിൽ ഇൻവൈറ്റ് ഹർ ഫസ്റ്റ്. ഇറ്റ്സ് നൺ അതർ ദാൻ പ്രൊഫസർ ധന്യ ആൻഡ് ഷീസ് ആക്ച്വലി ഒരു നമ്മുടെ കേരളത്തിലൊരു ഫേമസ് കോളേജിലെ ഒരു ലെക്ചററാണ്. ആൻഡ് ഷീ ടേക്സ് ക്ലാസ്സസ് ഫോർ CA ഇന്റർ ലോവും SM ഒക്കെ എടുക്കുന്ന ഫാക്കൽറ്റിയാണ്. സോ ഫസ്റ്റ് ഐ വിൽ ഇൻവൈറ്റ് ഹർ. അതിനുശേഷം വി ഹാവ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും ഈ നേരത്തെ കുറച്ച് ഫ്രീ ആണെന്ന് വിശ്വസിക്കുന്നു. Hello, ma'am. Very good Hello. evening. Good evening, Shruti. Right, how are you? I'm good. How are you? All good, all good. Perfect. സുഖമായിട്ടിരിക്കുന്നു. എവിടെയുള്ളത്? വീട്ടിലാണോ? Done with your classes and all? Yeah, I'm done for the day. Okay, fine, fine, fine. അപ്പൊ ഇന്ന് I think we both have to speak with നമ്മളുടെ I ഒരു should first wish everyone Happy Women's Day. അബ്സല്യൂട്ട്ലി. ആക്ച്വലി ഞാനത് മറന്നുപോയി. ഹാപ്പി വുമൻസ് ഡേ ഇതിലുള്ള എല്ലാവർക്കും അല്ലേ. ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. I know. സോ വാട്ട് ഡു യു ഹാവ് ടു സേ? എന്താണ് ഒരു വുമൻസ് ഡേ മെസ്സേജ് എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഭയങ്കര ഫോർമലായി പോകും. ബട്ട് സ്റ്റിൽ വാട്ട് ഇസ് ഇറ്റ് ആക്ച്വലി, വാട്ട് ഡസ് ദാറ്റ് മീൻ ടു യു? ഒരു വുമൻ, ബീങ് എ വുമൻ ഇസ് ഓൾവേസ് സൂപ്പർ തിങ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്? Being woman is actually a superpower, I would say. അബ്സല്യൂട്ട്ലി We സത്യാണ്. have to manage a lot of things. എന്ന് പറഞ്ഞ ആണുങ്ങൾ അത്ര മോശമൊന്നുമല്ല കേട്ടോ. They do support us. My True. husband is actually a very big support for me. My father is a big support for me. So I Great, feel great, great. നമുക്ക് ഒരു വുമൺ ആകുമ്പോ we എന്താ പറയാ, എല്ലാരും ഇവരൊക്കെ Shafik സപ്പോർട്ട് sir. കൊണ്ടാണ് നമ്മൾ. Sorry, I interrupted. No problem. And Shafik sir, he keeps on, നല്ലോണം തള്ളും. Hello, Sijo. Oh, there are lots of people who know you. എല്ലാരും ധന്യ മാം, I think സ്റ്റുഡന്റ് ആയിരിക്കും അല്ലേ? So Sijo was my SM student. Oh, right. Okay, fine. Right. So എല്ലാവർക്കും എന്തുണ്ട് വിശേഷം സ്റ്റുഡൻസ്? കുറെ പേരുണ്ട്, അത്യാവശ്യം നല്ല കുട്ടികളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സിജോ, ജോസ് ഹാത്തൊക്കെ കാണിക്കുന്നുണ്ട്, ഹായ് പറഞ്ഞേന്. റിസൾട്ട് എന്ന് വരും. റിസൾട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്. Right. Febin. Yes, All Febin, right. hello. So I think guest is out here. So I'll KP sir, thank you so much. Hello, അതെന്താ KP sir. ധന്യക്ക് മാത്രമേ ഉള്ളൂ ഹാപ്പി വുമൻസ് ഡേ? എനിക്കില്ലേ? Thank you, sir. റൈറ്റ്. സോ ഇന്ന് നമ്മളുടെ കൂടെ എന്റെയും ധന്യ മാമിന്റെയും കൂടെ വി ഹാവ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ. ഷീസ് ആക്ച്വലി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് IRS, ഇന്ത്യൻ റവന്യൂ സർവീസ്. എനിക്ക് തോന്നുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, സിവിൽ സർവീസിന്റെ ഒരു ഭാഗമാണ് ഇന്ത്യൻ റവന്യൂ സർവീസ്. സോ അതിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ആണ് Subhaga Ann Verghese. So she's here with us to, say about her whole journey of being an IRS officer. അത് കൂടാണ്ട് IR officer മാത്രമല്ല, she's also a CA and a CS. Yes, അപ്പൊ ആലോചിച്ച് അറിയാലോ, ഇറ്റ്സ് എ ടോട്ടൽ ബിഗ് കോമ്പിനേഷൻ അല്ലേ? I know. കാരണം ഇവിടെ CA എന്ന് പറയുമ്പോ തന്നെ CA ആവാൻ തന്നെ തലയും കുത്തി നിന്ന് എല്ലാരും കളിക്കും. അപ്പൊ അതിന്റെ കൂടെ CS-ഉം and she is also into the civil service, which is Alkesh sir, thank you so much. Thank you. Thanks for joining the live. Right. So I think Subhaga ma'am, could you just send the request so that I can accept it? ഷമിൽ മുഹമ്മദ് ഒക്കെ ഭയങ്കര ചിരിയാണല്ലോ, എന്ത് പറ്റി? റൈറ്റ്. സോ ഇന്ന് എന്താ എന്താ പറയാ, വുമൻസ് ഡേ ആയിട്ട് എവിടെയും പോയോ? എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോവോ? അങ്ങനെ. അലൻ ബിജു പാലക്, ഹലോ അലൻ സർ, ഗുഡ് ഈവനിങ്. ഐ തിങ്ക് സുബാഗ മാമിന്റെ എനിക്ക് റിക്വസ്റ്റ് ഇതുവരെ വന്നില്ല. ഐ ഗെസ് ഷീസ് ചുമ്മാ. ഓക്കെ, ഉഷാറാകട്ടെ പരിപാടി. താങ്ക് യു KP sir, താങ്ക് യു സോ മച്ച്. ഹാപ്പി ടു സീ യു ഹിയർ. Hello, Jijo.
Happy Women's Day. Thank you Thank so you. much. I think I'll just message Subhaga ma'am. എനിക്ക് തോന്നുന്നു she's not, I've not got a request. ഞാൻ ഒന്ന് നോക്കട്ടെ ഒരു മിനിറ്റ്. Actually, I saw her message ഇവിടെ. പിന്നെ I Yeah, she couldn't messaged before. Probably we could add her. Add ചെയ്യാൻ പറ്റുമോ നമുക്ക്? ആഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അതാ ഞാൻ നോക്കണം. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ഹർ ഐ ഡി. ഇതൊക്കെ ആരാ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഉണ്ട്. ധന്യ മാം, ലവ് യു. ഓ നൈസ്. സുബാഗ വഗീസ്. ഓക്കെ, ഗോ ലൈവ് വിത്ത് സുബാഗ വഗീസ്. ഓക്കെ, ഐ തിങ്ക് ഐ ജസ്റ്റ് ഗോ ലൈവ് വിത്ത്. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ ആ ഒരു റിക്വസ്റ്റ്. പ്രോബബ്ലി ശരിയാവാൻ ചാൻസ് ഉണ്ട്. Okay. Hello. ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു സോ മച്ച് മുഹമ്മദ്. താങ്ക് യു സോ മച്ച്. PMNA CA ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ടോ? PMNA എന്ന് പറയുന്നത് എവിടെയാണ്? പെരിന്തൽമണ്ണ ആണോ? എനിക്ക് വേറെ PMNA ഒന്നും മനസ്സിലാവണില്ല. ഐ ഡോണ്ട് നോ എന്താ പെരിന്തൽമണ്ണ ഉദ്ദേശിച്ചത് തോന്നുന്നു. ആണ് തോന്നുന്നു. എനിക്ക് കണ്ടിട്ടത് അങ്ങനെ ഒരു സംഭവം പെരിന്തൽമണ്ണയാണ് എന്ന് തോന്നുന്നു. വൈശാഖ്, ഹലോ വൈശാഖ്. എക്സ് ലക്ഷൻ ആണേ, അറിയാവോ? എനിക്ക് ID കണ്ടിട്ട് മനസ്സിലാവണില്ല. ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. താങ്ക് യു അലൻ സർ. താങ്ക് യു സോ മച്ച് ഫോർ ദ വിഷസ്. മാമിന് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഐ തിങ്ക് ജസ്റ്റ് എ സെക് തന്നെ. ഐ ജസ്റ്റ് ടേക്ക് എ Yeah. ബ്രേക്ക്. ഞാൻ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോണ്ട്. മേ ബി യെസ്, ഐ തിങ്ക് നോ, ദറ്റ് ഇസ് നയന. സം അതർ പേഴ്സൺ. നയന നാഥ് അല്ല. അപ്പൊ അതൊന്നുമല്ല റിക്വസ്റ്റ് കിട്ടിയത്. ജസ്റ്റ് എ സെക്. ഐ തിങ്ക് ഐ ബി റൈറ്റ് ബാക്ക്. There are lots of other requests that I'm getting, but I'm not able to Add get her. Yeah, I'm not able to add her. I don't know what the issue is. Happy Women's Day. Thank you so much. From Logic, Pendalmanna. Okay. Just a sec. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് വരുന്നുണ്ട്. സോ സോറി, ഇപ്പൊ ആഡ് ചെയ്യാൻ ഒരു വകുപ്പില്ല. പ്ലീസ് ഡോണ്ട് ഫീൽ ബാഡ്. Right. She'll join right now. Okay. Tamil Varghese and two others request. Right. So how are your classes going, by the way? അത് ചോദിക്കാൻ പറ്റൂ. നല്ല പിള്ളേരാ. They doing really good. എല്ലാം കറക്റ്റ് സമയത്ത് പഠിച്ചു തരുന്ന പിള്ളേരാ. Yeah, very good students. Oh, that's nice. കൊള്ളാം. Okay, cool. Yeah. Yes, Subhaga Varghese, ma'am. Yes. Ramshad Iqbal. Hello, Ramshad. Yes, I accepted her. So perfect. Hello, ma'am. Very good evening. Hello. Ma'am, are we audible? കേൾക്കുന്നുണ്ടോ? I think there is some range issue. Yeah, I think so.
it's like buffering in the, so I think that's some issue. Bring Let's this. see. Right. Ma'am, like, are we audible? All okay? Yes, yes, you are. Yes, you are. All Am right. I audible? Yeah. Yes, very much. Very good evening, ma'am. Thank you so much for sparing some time to join Good us. evening. Good വളരെ evening. Good സന്തോഷം evening. Thank ഇത്രയും you for ഒരു having me. ടൈറ്റ് ഷെഡ്യൂളില് നമ്മളുടെ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഈ ഒരു ടൈമിൽ വരാന്ന് പറഞ്ഞത് തന്നെ വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ. Same here. I'm very happy to be here. Thank you so much and happy Women's Day. Thank you. Thank you. And wish you the same. Wish everyone happy. Day. Yeah. Right. All right. So, ma'am, like, how are things going? I think you're right now in Bangalore, right? Bangalore, right? You are posted in Bangalore, Yes, yes. isn't it? Yes, yes. I'm Right. posted back. So, how do you feel getting into the civil service cadre? എങ്ങനെയുണ്ട്? And at a very young age, I must say. I just missed that part, what you said. No, There I is some said, network how do you issues. feel getting into the civil service side Yeah. at a very young age? Yeah. Well, uh, yeah, I think I've been lucky in that way with regard to both CA as well as civil services in that regard. And of course, Right. it feels great. Right. എങ്ങനെയാണ് ലൈക്ക് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഡിഡ് യു ഹാവ് സച്ച് എ പാഷൻ ഇൻസൈഡ് യു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഡിഡ് യു ഹാവ് എ പ്രോപ്പർ എയിം അതോ ഓൾ ഓഫ് എ സഡൻ ഒരു പോയിന്റിൽ ദറ്റ് യു ഫെൽറ്റ് ദറ്റ് യു വാണ്ട് ടു ഡു ദീസ് എങ്ങനെയായിരുന്നു No, I never had, very truthfully, I did not even know much about CA until I joined, my 11th, 12th, during my 11th, 12th. Otherwise, CA was something I've heard about, but not really. I didn't even know any real life CAs for that matter. Right, right, right. So, it's not like my childhood ambition to become a chartered accountant. So, I just Okay. joined 11th, 12th. I went into the commerce stream. So at that time, probably IIMO, MBA, അങ്ങനൊരു ambition ആയിരുന്നു at that time when I joined. But then Right. once I came into that, then there was some classes, CA, CPT training sessions were arranged in our school. അപ്പം ആ Right. ഒരു അതിന് പോയി തുടങ്ങിയപ്പോഴത്തേക്കും I decided, I found it interesting, quite interesting. പിന്നെ I went ahead for IPCC. അങ്ങനെ so I Right. got this. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂ Network issues തോന്നുന്നുണ്ട് Okay, am I not audible? Yeah, audible. Edited to break out. audible, but I guess നെറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് തോന്നുന്നു ഇറ്റ്സ് ജസ്റ്റ് ബഫറിംഗ് നൗ ഇറ്റ്സ് ഫൈൻ ഇപ്പൊ കുഴപ്പമില്ല മാം പ്ലീസ് ക്യാരി ഓൺ Okay. Yeah, so അങ്ങനെയായിരുന്നു. So once I ആ ക്ലാസ്സിന് പോയി തുടങ്ങിയപ്പോഴാണ് then I became interested in that and then I decided to go ahead with CA. So it was like that. അല്ലാതെ നേരത്തെ So, CA ആവണമെന്ന് and വിചാരിച്ചു. how about moving from CA to CS? എങ്ങനെയാണ് CS ലോട്ട് എത്തിപ്പെട്ടത്? I wouldn't say that it was a moving away from CA to CS. It was just like that, when I was doing CA, then there were a lot of, many of the students who pursue CA, they also do CS. Simultaneously, രണ്ട് കോഴ്സും Right. ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്റെ തന്നെ കുറെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു who were doing the same thing. അവർ CA, CS രണ്ടും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സബ്ജക്ട്സ് സെയിം ആണല്ലോ. ലൈക്ക് മോസ്റ്റ് ഓഫ് ദി സബ്ജക്ട്സ് ഒത്തിരി സിമിലർ സബ്ജക്ട്സ് ഉണ്ടല്ലോ. സോ Right. അപ്പോൾ ഒരു സി എസ് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു അന്നേരം സി എസും കൂടെ ചെയ്യാനായിട്ട്. സോ അങ്ങനെയായിരുന്നു. ദാറ്റ്സ് ഹൗ ഐ വെന്റ് അഹെഡ് വിത്ത് സി എസ്. ഇറ്റ് വാസ് നെവർ ഒരു മൂവിങ് അവേ ഫ്രം സി എ ടു സി എസ് അല്ലായിരുന്നു. സൈമിൾട്ടേനിയസ്ലി ഐ ഡിഡ് ദാറ്റ് സൈമിൾട്ടേനിയസ്ലി. ആഫ്റ്റർ ഐ ഗേവ് മൈ സി എ ഫൈനൽ ഐ ഡിഡ് മൈ സി എസ് ഇന്റർ. പിന്നെ നെക്സ്റ്റ് ഇയർ ഐ ഗേവ് മൈ സി എസ് ഫൈനൽ. സോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. So how about coming into the civil service profession from CA, CS to the civil service? I mean the IRS. Yeah. That was yet another. Yeah, that was a big move, I would say. അതൊരു വലിയ മൂവ് ആയിരുന്നു. But that was again, when I was working in Barclays. After I completed my, CA, I got placed in Barclays. That time I was quite young, so I had still a long. I felt like I could study more.
So I was only 22 when I got placed there. അപ്പോൾ ഇനിയും പഠിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇനി എന്ത് പഠിക്കാം എന്നുള്ളൊരു when I started thinking about that, അപ്പം there was an option to either go for CAT അല്ലെങ്കിൽ അങ്ങനെ ഒരു again go into that. A lot of people were doing that. എന്റെ കൂടെയുള്ള എന്റെ batchmates, many of them. പക്ഷെ അപ്പോ I was not very much keen or very happy with that corporate life. So അപ്പോ എനിക്ക് തോന്നി I needed a change of career എന്ന് എനിക്ക് തോന്നി. Because I felt like അന്നേരം ബാർക്ലേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആക്ച്വലി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് to go into something where I could interact more with people rather than with Excel or with SAP or അങ്ങനെ ഒരു ഇതിനേക്കാളും അങ്ങനെ ഒരു interaction വേണം എന്ന് തോന്നിയിട്ടാണ്. Then I thought civil service is my best bet എന്ന് വിചാരിച്ചു. അങ്ങനെയായിരുന്നു അതിലേക്ക്. അപ്പൊ ഈ CA/CS-ഉം ഇത് തമ്മിലുള്ള ഒരു പ്രിപ്പറേഷൻ, ദി പ്രൊഫഷണൽ കോഴ്സ് പ്ലസ് CA/CS പ്ലസ് ദി IRS കരിയർ, ദ പ്രിപ്പറേഷൻസ് രണ്ടും രണ്ട് എക്സ്റ്റെൻഡ് പ്രിപ്പറേഷൻസ് ആണോ? ലൈക്ക് മറ്റേത് കുറച്ചും കൂടെ ഒരു ബുക്ക് ഓറിയന്റഡ്, വി വുഡ് സേ, ദ പ്രൊഫഷണൽ. Right. Yeah, actually the preparation is quite different. ശരിക്കും പറയുകയാണെങ്കിൽ because CA and CS it's a professional രണ്ട് professional courses ആണ്, and there is no ഒരു competitive exam അല്ല. It's not a competitive exam. നമ്മൾ എത്ര പഠിക്കുന്നുണ്ടോ നമ്മൾക്ക് whether you get more than what is required, that is the only thing that matters. It doesn't matter how good the other person is studying and all. പക്ഷെ അതായിരുന്നു എനിക്ക് സിവിൽ സർവീസിൽ വന്നപ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം അതായിരുന്നു. ബിക്കോസ് ഐ എം നോട്ട് യൂസ് ടു, ഞാൻ ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 12th ഐ വാസ് ഇൻ ദ കോമേഴ്സ് സ്ട്രീം, സോ ഐ ഹാവ് നെവർ അറ്റംപ്റ്റഡ് എൻട്രൻസും മെഡിക്കൽ എൻട്രൻസും ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. സോ ഐ വാസ് നെവർ, ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ വാസ് എക്സ്പീരിയൻസിങ് ദിസ് കൈൻഡ് ഓഫ് എൻ എക്സാം എന്നുള്ളത് പറയാം. സോ ബട്ട് സോ അതുകൊണ്ട് ആ പ്രിപ്പറേഷൻ ലെവലിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ലൈക്ക് ഹൗ ഇപ്പം CA-ലാണെങ്കിലോ അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ CS-ലാണെങ്കിലോ യു ഹാവ് ടു ഗോ ഡീപ്പ് ഇൻ ടു എ സബ്ജക്ട്. നമ്മൾ അതിനകത്ത് യു ആർ സപ്പോസ് ടു ബി എൻ എക്സ്പേർട്ട് ഓൺ ഇറ്റ്. If accounting ആണെങ്കിലോ taxation, you're supposed to be an expert on this. But in civil service, you're not supposed to be an expert on anything. Rather, you are a generalist in everything. എല്ലാത്തിനെ പറ്റിയും അത്യാവശ്യം അറിവ് വേണം, എന്നാൽ ഒന്നിനും നമ്മൾ ഒരു എക്സ്പേർട്ട് ആവേണ്ട കാര്യമില്ല സിവിൽ സർവീസിൽ. സോ വെൻ യു ആൻഡ് ദി സബ്ജക്ട്സ് ആർ വെരി ഡൈവേഴ്സ്. From one hand, you are also studying science and technology, but you're also studying economics, you're also studying geography, history, culture. അപ്പം അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് subjects ഉണ്ട്. But I think one thing which helped me, CA-ല help ചെയ്ത കാര്യം which helped me in civil service was the vast extent of portions. So from CA-ലാണെങ്കിലും there is a lot of ഒരുപാട് പോർഷൻ ഉണ്ട് പഠിക്കാനായിട്ട്. Quantum of things is very high. And same thing in civil services. Civil services അതേപോലെ തന്നെയാണ്. Quantum of this thing is very high. Yeah. Okay, fine. So how was your ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് being into civil service? ഇപ്പൊ I think you've been into civil service since ഇപ്പം പ്ലേസ്ഡ് ആയിട്ട് എത്രയായി മാം? അറൌണ്ട് 1 year കഴിഞ്ഞു ബാംഗ്ലൂരിൽ പോസ്റ്റിംഗ് ആയിട്ട്? Actually, no, almost 2 years. 2 years since I'm posted in Bangalore. Okay. So, how was your experience getting into this field? What do you feel? I'm sure you must be thinking this is the right decision that you've taken, Alla. Yeah, definitely. Of course, especially coming from a CA background, I think that really helps me when I'm into my service, because I am posted in IRS Customs and Indirect Taxes. So we deal with GST. IRS has 2 branches. There is another one, Income Tax, but mine is Customs and Indirect Taxes. Recently, I'm posted as Deputy Commissioner of Central Taxes. So basically, I deal with GST and Central Excise. But generally, GST, mainly GST. Okay. So like, which is the jurisdiction? It is like the whole of it. Is it Karnataka or is it like how is it like your jurisdiction? It will not be like so generally a state will be divided into several commissionaires. A state is a zone and the state will be divided into several commissionerates, and within the commissionerate we have several divisions. So roughly it might be almost a district around but it's not a district in the geographical sense of it, because in terms of revenue it's different. So people belonging to these, a few PIN codes will be there. So those people will be falling under my jurisdiction. So that is how it is.
So ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചത് കൊണ്ട് ഇറ്റ് റിയലി ലൈക്ക് ഹെൽപ് യു ഔട്ട് വെൻ യു കെയിം ഇൻ ടു ദിസ് സെൻട്രൽ ഈ പറഞ്ഞ കസ്റ്റംസ് ഈ IDT ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് റിയലി ഹെൽപ്പിംഗ് യു ഔട്ട് റൈറ്റ് പ്രൊഫഷണൽ കോഴ്സ് എടുത്തത് കൊണ്ട്. Yes, it is because on a daily basis I'm dealing with a lot of chartered accountants or company secretaries for that matter. Because for anything and we have to, because they are generally the face of the SSCs. Whoever they come representing the SSCs, who I'm interacting with them, and definitely it helps me because being a chartered accountant or having gone through that process of being a chartered accountant, having done my articleship, I have seen the other end of the side. How what happens, that I know what happens, or when they make a particular representation, I know how this is coming about. So that kind of insights probably somebody else who has not done this might not have that way. And again, though in our training we get trained for basic accountancy, but it's difficult. Training is not such a long it's not a long period enough to get an expertise on accountancy or anything for that matter. But many times in our profession we have to know accounting as well. So there also my Okay. We have a question here. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് CA കഴിഞ്ഞ സിവിൽ സർവീസ് ചെയ്യാമോ? Yeah, actually, basically, civil service ചെയ്യാനായിട്ടുള്ള basic criterion ആണ് you should have a degree, graduation വേണം എന്നുള്ളതാണ്. So I have done BCom as well, പക്ഷേ it is not necessary. CA is also recognized as one of the degrees for doing. I think CS as well. I'm sure CS as well is recognized as a degree for doing civil service. So you can. സോ ഈ IRS പ്രിപ്പറേഷൻ വെൻ യു ഡു, ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഈ കാണുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു സിവിൽ സർവീസിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ സ്റ്റഡി ടിപ്സ് ദാറ്റ് യു കുഡ് സേ ദം, ലൈക്ക് ഇത് ഇങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം എന്നുള്ള രീതിയിൽ? Well, see, first and foremost, one thing I can say is patram vaikya എന്നുള്ളതാണ് basic ആയിട്ടുള്ള ഒരു preparation. Especially given it depends upon whether you are going to write for a long term or they are pursuing something else, but after they complete their graduation they have to go ahead with that. It could be a long term plan. But basic criteria is patram vaikya al follow up cheya. So once you start reading the newspaper regularly, you will start forming opinions on your own. പത്രത്തിലെ ന്യൂസ് ഐറ്റംസ് മാത്രമല്ല അതിനകത്തെ ഒപ്പീനിയൻ പേജസും എഡിറ്റോറിയൽ പേജസ് ഒക്കെ വായിക്കുക. അപ്പം ആദ്യം once you start reading that and you get that orientation, then you will start forming your own opinions. പിന്നെ from a strictly study point of view, there are so many websites which actually give a list of the books which has to be studied for civil services. ഓരോ subject wise ഓരോ പേപ്പറിന് ഏത് ബുക്കാ പഠിക്കേണ്ടത് അങ്ങനെയുള്ള. പിന്നെ NCERT books are always recommended. NCERT books from maybe 6 to say 12. ഒരു പീരിയഡിലുള്ള NCERT books, they are very 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 good. So so അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ each person has to devise the strategy which is best suited for them. So that is something people have to find out on their own. Right. There is another question out here. It's like, ma'am, how did CA and CS together like articleship requirement? No, I have not done my CS articleship, so I'm not a member of. I've just cleared the exams as far as CS is concerned. CA, I have completed my articleship in the regular. Where did you do your articleship for CA? Natlano, or you did it somewhere else? No, I did in Trivandrum at Kumar and Vijay Associates in Trivandrum. Yeah. So how did you manage your time and all? From civil service in പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഒരു ടൈം മാനേജ്മെന്റ്? ലൈക്ക് ഡിഡ് യു റിയലി ഡെഡിക്കേറ്റ് ലൈക്ക് 7 to 8 hours a day? കാരണം നമ്മൾ ഓരോരുത്തർ സംസാരിക്കണം കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുമല്ലോ, നിങ്ങളിപ്പം പഠിക്കുന്ന സമയത്ത് ഇത്ര മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കണം, യു ഹാവ് ടു ബി റിയലി ഡെഡിക്കേറ്റഡ്, അല്ലാണ്ട് വെറുതെ നമ്മൾ പോയി എഴുതിയിട്ട് കാര്യമില്ല എന്നൊക്കെ. So how was your strategy? No, I would never say that ഇത്ര മണിക്കൂർ വെക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല, because again that is dependent on one person. And for എനിക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചിലർ പറയും they can study for 14 hours a day. So there may be people who are able to do that very good, but I don't think everybody will be able to do that. അല്ലെങ്കിൽ there are some cases where people don't have to do that also.
ചിലർക്ക് ചിലപ്പോൾ 1 മണിക്കൂർ പഠിച്ചാൽ മനസ്സിലാവുമായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ 2 മണിക്കൂർ പഠിച്ചാലായിരിക്കും മനസ്സിലാവുക. അപ്പോ ഹൗ യുനോ ദാറ്റ്സ് വാട്ട് നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം. ഇപ്പൊ എനിക്ക് പേഴ്സണലി ഐ എം സംബഡി ഹു ലേൺസ് എ ലോട്ട് ഇൻ ക്ലാസ്. അപ്പൊ ഞാൻ ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഇഫ് ഐ ടേക്ക് മൈ CA പ്രിപ്പറേഷന്റെ സമയത്ത് ഞാൻ ആഫ്റ്റർ ഐ ക്ലിയർ ഐ കെയിം ത്രൂ ദ IPCC route. So at that I don't know if it is still the norm, but at that time it was like I had to complete my IPCC and then I could go for my articleship. അതായിരുന്നു അന്നത്തെ സിസ്റ്റം. So then I completed my IPCC and then I had to wait for 2.5 years of my articleship to be over to be able to write the finals. Right. I cleared IPCC in I think May 2010 and then I could write only in May 2013. So അത്ര ഒരു ലോങ് ഗ്യാപ്പ് വന്നിരിക്കും. So what I did during that time was I attended a lot of classes. I again and again, അപ്പം ഓൾമോസ്റ്റ് എല്ലാ ബാച്ചുകാർക്കും എന്നെ അറിയായിരിക്കും അപ്പൊ ആ ഒരു പീരീഡ്. കാരണം അടുത്ത 6 months എഴുതാൻ പോകുന്ന എല്ലാവരുടെയും കൂടെ ഞാൻ ക്ലാസ്സിന് പോവായിരുന്നു. So many people used to actually tell me not to do that. Why do you want to do this? അല്ലെങ്കിൽ ഇവിടെ എന്തിനാ ക്ലാസ്സിൽ വരുന്നത് എന്നുള്ള. പക്ഷെ I think അത് ഓരോരുത്തരുടെ സ്ട്രാറ്റജിയാണ്. So it depends upon how you, because that works for me. എനിക്ക് ബിക്കോസ് ഞാൻ വീട്ടിലിരുന്ന ഒരുപക്ഷെ ഞാൻ പഠിക്കത്തില്ല. എനിക്ക് ആ ഒരു ഐ ജസ്റ്റ് ബി കംപ്ലീറ്റ്ലി അവേ ഫ്രം സ്റ്റഡീസ്. കാരണം ഇമീഡിയറ്റ്ലി ഒരു എക്സാം ഇസ് നോട്ട് ദർ. അപ്പം നമുക്ക് ആ സ്റ്റഡീസ് എന്നുള്ള ലിങ്ക് വിട്ടു പോകുന്ന വിചാരിച്ചു. സോ ഐ യൂസ് ടു ഗോ ഫോർ ഓൾ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ക്ലാസ് എങ്കിലും ഞാൻ ആ ഒരു എവറി 6 months ഐ യൂസ് ടു അറ്റൻഡ്. മേ ബി നോട്ട് എവറിത്തിങ് ടുഗെദർ. ഐ തിങ്ക് ടാക്സ് ഒഴിച്ചു ബാക്കി എല്ലാ ക്ലാസ്സസും ഐ ഓൾറെഡി നേരത്തെ അറ്റൻഡ് ചെയ്തായിരുന്നു. അങ്ങനെയായിരുന്നു. സോ അതാണ് ഞാൻ പറഞ്ഞപ്പോ എല്ലാരും നമുക്ക് വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താന്നുള്ളത് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ. Right. Yeah. We have a question here. What is the main challenge that you have faced during civil service preparation? Well, civil service preparation, I think the main challenge was, the presentation part and time management. That was a really difficult task for me. Like, exam in the samayate time management. The reason being, oru karyam ennu vecha eniki I have a very bad handwriting. So ende handwriting valare moshana. So when I especially for CA ke atrayum problem illarnu. The reason being problems on the, so it doesn't matter so much. But when you come for some course like civil services, you have to really write a lot. Appo full theoretical. Pinna figures varakyanengil it's an added advantage and I can't draw to save my life. So it is like really difficult for me. അപ്പം ഞാനിപ്പം ഇന്ത്യയുടെ മാപ്പ് ഒക്കെ വരച്ചാൽ ഇറ്റ്സ് ലൈക്ക് അതൊക്കെ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച്. പ്രാക്ടീസ് ദാറ്റ് ആൻഡ് ഡു ഇറ്റ്. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച്. ആൻഡ് ടു ഫിനിഷ് ദ പേപ്പർ ഇൻ എ നീറ്റ് ആൻഡ് പ്രോപ്പർ മാനർ ഇൻ 3 hours. ബിക്കോസ് ഞാൻ വൃത്തിക്ക് എഴുതാൻ തുടങ്ങി ടേക്ക് മീ 4 hours to complete the paper, which is not there. So അതായിരുന്നു I think that was my biggest. So you really practiced in making your handwriting better. അതിന്റെ മുകളിൽ കുറെ നോക്കിയിരുന്നോ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ശരിയാക്കാനും ടൈം കറക്റ്റ് ആക്കാനും ഒക്കെ? Yeah, but it has not been successful. I have tried, but I have not been successful in that. But then this has been like a process for me right during my school days, because I still remember after 10th standard, before my 10th standard, I actually went for a handwriting improvement course. So that is how it is at least, this good. That is how it is at least this good, that it is reasonably legible. പക്ഷേ എങ്കിലും because I was so scared because record എഴുതണം. 10th ലാണല്ലോ ആദ്യമായിട്ട് റെക്കോർഡ് ഒക്കെ എഴുതേണ്ടത്. So I was like really sure that I was not going to get any marks. So അപ്പം I think 9th ന്റെ അവധിക്ക് എങ്ങാണ്ട് I went for a handwriting improvement course, which helped me to some extent, but still I'm not, my handwriting is still not great. Yeah. എപ്പോഴെങ്കിലും കോർപ്പറേറ്റ് ജോബ് ഇപ്പൊ വർക്ക് ചെയ്ത ഫസ്റ്റ് ജോബിൽ നിന്ന് വെൻ യു കെയിം ടു ഗവൺമെന്റ് സർവീസ്, ഡു യു എവർ മിസ് ദാറ്റ് കോർപ്പറേറ്റ് കൈൻഡ് ഓഫ് ജോബ്? കാരണം അതൊരു കുറച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗവൺമെന്റ് ജോബ് ഇസ് നോട്ട് ഗ്ലാമറസ് ഓർ എനിത്തിങ്, ബട്ട് സ്റ്റിൽ ഒരു യൂഷ്വൽ ഒരു ക്ലീഷ് സംഭവമാണല്ലോ. സ്റ്റുഡൻസ് പാസ് ആകുക, ഫസ്റ്റ് ഡേ ഗോ ടു ദ കോർപ്പറേറ്റ്, ആൻഡ് പിന്നെ കോർപ്പറേറ്റിനകത്ത് ഒരു ഹൈക്ക് ആണല്ലോ. നോ വൺ തിങ്സ് ഓൺ ദി അതർ സൈഡ്. So do you miss that journey at any point of your time that I wanted to be a part of the corporate? I think the only thing I miss really is the pay, nothing else. So nothing else really, because this is what I wanted to do. So adonde njan angane decide edittu thane vannanu. So nothing else. I'm really happy with the job. So if I have to say, I would say on a lighter note, it is that. Alladunnu. Okay. Yeah. I just had a talk with one of my friend who's in a corporate
thing, okay? അപ്പൊ ഇന്ന് he just told me, ഞാനിങ്ങനെ ചോദിച്ചു how is your work going, because he was with a private firm before and he joined up into this. എന്നോട് പറയാ, ശ്രുതി, നമ്മളിപ്പോ ഈ വലിയ വലിയ കോർപ്പറേറ്റില് ജോയിൻ ചെയ്യാൻ ഓക്കെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര ഇതായി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ വി ആർ ഡൺ വിത്ത് ദിസ്. പക്ഷെ അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോവുക എന്നത് ഇറ്റ് ഈസ് ലൈക്ക് വെരി വെരി ഡിഫിക്കൾട്ട്. ഇട്ടിട്ട് ഇറങ്ങി പോവാൻ തോന്നും. അങ്ങനെയാണ് നമ്മളെപ്പോഴും ഒരു കോർപ്പറേറ്റ് ലൈഫ് ഭയങ്കരമായിട്ട് എയിം ചെയ്ത് കയറണം ആഗ്രഹിച്ചൊക്കെ യു ടേക്ക് സോ മച്ച് ഓഫ് പെയിൻ, യു ഗെറ്റ് ത്രൂ ദ ഇന്റർവ്യൂ, ബട്ട് വൺസ് യു ആർ ത്രൂ ഇറ്റ് പിന്നെയുള്ള ജീവിതം എന്നോട് പറയാ ഇറങ്ങി പോവാനൊക്കെ തോന്നി പോകുന്നു പറയും. ഇന്നിപ്പോ ഈവനിങ് വി ജസ്റ്റ് ഹാഡ് എ ടോക്ക് റിലേറ്റഡ് ടു ദാറ്റ്. But yeah, that is true. But as of now, actually, even people have a lot of perception about how a government job is. But today government jobs are also very much performance linked. People are, we have strict targets which we have to meet. Those kind of things. അപ്പോൾ ഇപ്പൊ അത് ആ ഒരു നമുക്കുള്ള പെർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സിനിമയൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ. ഇപ്പൊ പണ്ട് കോർപ്പറേറ്റ് ജോബ്സിൽ ഇരിക്കുന്ന പോലെ തന്നെ ലേറ്റ് ആയിട്ട് പോകേണ്ട ആവശ്യം വരും. അല്ലാതെ ഇറ്റ്സ് നോട്ട് എ 9 to 5 ജോബ് അങ്ങനെ. സോ ആ ഒരു കാര്യത്തിൽ ടൈം മെനി തിങ്സ് ആർ ടൈം ബൗണ്ട് ആൻഡ് എസ്പെഷ്യലി ഇപ്പം ഓൺലൈൻ ഒക്കെ ആകുമ്പോഴത്തേക്കും there's a lot of pressure. Government job also, it is not like നമുക്ക് അങ്ങനെ ഒരു ഈസി റൈഡ് അങ്ങനെയല്ല. ഇറ്റ് ഇസ് വി ആർ ഓൾസോ നമ്മുടെ പെർഫോമൻസ് ഇസ് കോൺസ്റ്റന്റ്ലി ബീങ് മോണിറ്റർഡ് അങ്ങനെയാണ്. എപ്പോഴും പഠിച്ച സ്കൂളിൽ ഹാവ് യു ഗോൺ ആസ് എ ചീഫ് ഗസ്റ്റ്? Well, not as a chief guest, but I have been to my school. അങ്ങനെ ഇതുപോലെ I've gone back, I think ഞാൻ കുറെ സ്കൂൾസിൽ പഠിച്ചിട്ടുണ്ട്. ലൈക് ബ്രീഫ് പീരിയഡ്സിൽ ആയിരുന്നു, പല പല സ്കൂളിലായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഒരു സ്കൂൾ ആൻഡ് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹോം, സോ ഐ കീപ് ഗോയിങ് ദർ എവറി ഡേ ലോട്ട് ഓഫ് ടൈം. So I don't think they'll consider me as a chief guest for that matter. Yeah. So that is the fact. Yeah. Okay. So how was your daily routine actually? ഇപ്പൊ ഒരു സിവിൽ സർവന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ how was your daily routine like? So that നമ്മളിത് കാണുന്ന ആൾക്കാർക്കും they will also understand നമ്മളിപ്പോ ഈ ഫിലിമിൽ കാണുന്ന മാതിരി ആണോ അല്ലേ, ബിക്കോസ് നമ്മൾ നേരിട്ടിട്ട് we don't see any of these അല്ലേ. But when you say it right പറയുമ്പോൾ maybe they'll understand. I don't know, ഫിലിമിൽ കാണുന്ന പോലെ അല്ല. It was not like that. I don't know. So see, it's like any other job for that matter. Only thing is nammal we come to office, we meet a lot of people, which is why ipo oru corporate job lanengil namukippam you might be interacting more with the system, but here we'll people come to you chelappam avarku അല്ലെങ്കിൽ നമുക്ക് എന്താ അവരുടെ ഒരു പ്രോബ്ലംസ് എന്നുള്ള കാര്യം we get to know those kind of things. ഇപ്പൊ ഒരു ഫയൽ വന്നാലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാറ്റർ വന്നാലോ അതിന്റെ പുറകിലുള്ള ഇഷ്യൂ എന്താ എന്നുള്ള അല്ലെങ്കിൽ അതിന്റെ പിറകിലുള്ള മനുഷ്യരാരാ എന്നുള്ള കാര്യം വെരി ഓഫൻ ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് മേ ബി ആ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഇല്ലാത്തൊരു കാര്യം അത് ഇതിലാണ്. നമ്മൾ അതിന്റെ ഒരു ഹ്യൂമെയിൻ പോയിന്റ് ഓഫ് വ്യൂന്ന് നമുക്ക് പലപ്പോഴും കാര്യങ്ങളെ കാണാൻ സാധിക്കും, കാര്യങ്ങളെ കാണേണ്ടതായിട്ട് വരികയും ചെയ്യും. യു ഹാവ് ടു ഡു ദാറ്റ്. അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അങ്ങനെ പിന്നെ അതർ ദാൻ ദാറ്റ് വി ഓൾസോ ഹാവ് അവർ റെഗുലർ റെഗുലർ ഇഷ്യൂസ് ആർ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ടാസ്ക്സ് ഉണ്ട്. എസ്പെഷ്യലി ബീയിങ് ഇൻ എ സർവീസ് ലൈക്ക് IRS, ഇതൊരു സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണ് ഫോർ ദാറ്റ് മാറ്റർ. സോ ഐ ഹാവ് നമുക്ക് വി ഹാവ് ദ GST ആക്ട്, വി ആർ ബൗണ്ട് ബൈ ദ GST ആക്ട്. അപ്പം ആ ആക്ടിനകത്ത് പറയുന്ന പല റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഡിസ്ചാർജിങ് ദാറ്റ്, അതാണ് നമ്മുടെ ഒരു ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദാറ്റ്. Do you have to deal with common people in your routine? അങ്ങനെയല്ല, അങ്ങനെ സാധാരണ ആൾക്കാരായിട്ടുള്ള സംസാരമോ അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു ഇടപെടലുകളോ അങ്ങനെ ഉണ്ടോ? It is just your office and office people? No, I do have to deal with people, but mostly ഇപ്പം ഒരു GST ഓഫീസിലേക്ക് വരുന്ന ആളുകൾ കൂടുതലും ബിസിനസ് പീപ്പിൾ ആയിരിക്കും, because they should have a GST registration for somebody to come to a GST office. So mostly those will be ഒരു ബിസിനസ് പീപ്പിൾ ആയിരിക്കും, but definitely small scale businesses അങ്ങനെ ഒരുപാട് പേരെ we have to meet, we have to deal with them. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റുഡന്റ് ചോദിച്ചേക്കുന്നത്, എനി സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടോ ബീങ് എ വുമൺ? ഇപ്പോ യു വർക്കിംഗ് ആസ് എ സിവിൽ സർവന്റ്, അപ്പൊ ഡു യു ഫേസ് എനി സെക്യൂരിറ്റി ഇഷ്യൂസ്? ആസ് ഇൻ ലൈക്ക് ഇപ്പൊ അറിയാലോ, ലൈക്ക് അങ്ങനെ ഒരു പേടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ലൈക്ക് വിൽ ഇറ്റ് ഇഫക്ട് മൈ പേഴ്സണൽ ലൈഫ്, അങ്ങനെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഡു യു ഫേസ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ്, അല്ലെങ്കിൽ ഈ ഒരു കരിയർ എടുത്തു കഴിഞ്ഞിട്ട്? Not really. അങ്ങനെ ഒരു ഇതില്ല. I don't think ആ ഒരു ജെൻഡർ ഐഡന്റിറ്റി ഇറ്റ് ഡസന്റ് മാറ്റർ, ബിക്കോസ് ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു
ചലഞ്ച് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് ഞാൻ ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല. ലൈക്ക് ഫോർ മീ ടു ഡ്യൂ മൈ ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ബിക്കോസ് ഐ എം എ വുമൻ ഐ കാൻ ഡു ദിസ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഐ ഹാവ് നെവർ ഫേസ്ഡ്. അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ബിക്കോസ് വാട്ട് എവർ ഐ ഫേസ് ഇൻ ദാറ്റ് റിഗാർഡ്, അല്ലെങ്കിൽ എന്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ എം ഷുവർ എന്റെ മെയിൽ കൊളീഗ്സിനും ആ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. അല്ലാതെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ അങ്ങനെ ഒരു കാര്യമില്ല. ആൻഡ് ഐ ഹാവ് നെവർ ബീൻ ബോതേർഡ് ബൈ ദാറ്റ് ഓൾസോ. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല ആ ഒരു ഇട്ടുമല്ല. yeah. And how was your training, your civil service? And I think the best part will be training, alle eppalum. What I've heard from training ആയിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്നത് ആസ് എ സിവിൽ സർവന്റ് എന്നുള്ളത്. So how was your experience? Training was definitely, I think it's the most wonderful part of our service, definitely. എന്താ പറയുക, ഒരു our training was almost a period of 1 year. So ഈ ഒരു 1 year we have classroom training as well as അതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഓൺലൈൻ on the job we have to go into Where field was the training? formations and see എവിടെ how വെച്ചിട്ടായിരുന്നു? Actually, we have our academy, our National Academy of Customs and Indirect Tax and Narcotics is in Faridabad. It's in Faridabad, Delhi, but near Delhi, yeah. But ഞങ്ങൾ train ചെയ്ത്, ഞങ്ങളുടെ batch was a huge batch, so we were trifurcated. So I trained in Bangalore. Bangalore അതിന്റെ തന്നെ ഒരു യൂണിറ്റ് ഉണ്ട്, നാസൻ, as we call it, നാസൻ. ഞങ്ങളുടെ അക്കാഡമിയുടെ ഒരു സബ് യൂണിറ്റ് ഉണ്ടായിരുന്നു. So that is where I did my training. And so like I said, ഇപ്പം കുറച്ച് നാൾ ക്ലാസ് ഒരു 2 weeks classroom training ആണെങ്കിൽ then 2 weeks we'll go for അതിന്റെ തന്നെ ഒരു ഇപ്പൊ customs, if we are learning the customs act, then 2 weeks we might be going to a port, ഏതെങ്കിലും ഒരു പോർട്ടോ അല്ലെങ്കിൽ എയർപോർട്ടോ അങ്ങനെ കസ്റ്റംസ് ഫോർമേഷൻസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി we see how they work. അവർ ഞങ്ങൾക്ക് കുറച്ച് ടാസ്ക്സ് തരും, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഹൗ യു ഡു ഇറ്റ്. അതേപോലെ GST കഴിഞ്ഞാൽ വി ഗോ ടു GST ഫോർമേഷൻ. അങ്ങനെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ട്രെയിനിങ്സ് ഉണ്ട്. ലൈക്ക് വി ഹാവ് ഞങ്ങൾക്ക് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഒരു ടൈപ്പ് വി ഹാവ് സംതിങ്, ബിക്കോസ് കസ്റ്റംസ് ഓഫീസേഴ്സ് ഈ സ്മഗ്ലിംഗ് ഓഫ് എൻഡേഞ്ചേർഡ് ആനിമൽസ് അതൊക്കെ ചെക്ക് ചെയ്യുന്നതിലും കസ്റ്റംസ് ഓഫീഷ്യൽസിന് ഒരു റോൾ ഉണ്ട്. സോ വി സ്പെൻഡ് എ വീക്ക് ദർ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വി സ്പെൻഡ് എ വീക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വി ഹാവ് എ ട്രെയിനിങ്, വെപ്പൺസ് ട്രെയിനിങ് ഉണ്ട് ഞങ്ങൾക്ക്, ഷൂട്ടിങ്ങും അങ്ങനത്തെ സംഭവമൊക്കെ. സോ വി ട്രെയിൻഡ് വിത്ത് നീസ CISF എന്ന് പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സിന്റെ അക്കാഡമിയിലായിരുന്നു ഞങ്ങൾ അതിന്റെ ട്രെയിനിങ് ചെയ്തത്. അതുപോലെ പിന്നെ ബോർഡർ ഏരിയാസ് വിസിറ്റ് ചെയ്യും, ലാൻഡ് കസ്റ്റം സ്റ്റേഷൻസ് ഉണ്ട് അവിടെയൊക്കെ. സോ വി വിസിറ്റ് ദ ബോർഡർ ഏരിയാസ്. സോ അങ്ങനെ ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആണ് ഞാൻ. പിന്നെ വി ഹാവ് എ ഫോറിൻ അറ്റാച്ച്മെന്റ്, ഫോറിൻ ട്രെയിനിങ് ഉണ്ട്. വി ഗോ ഫോർ എ ബ്രീഫ് പീരിയഡ്, ഗോ ടു വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ഉണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ട്. സോ പിന്നെ അതുപോലെ ചില ഫോറിൻ പോർട്സ് ഒക്കെ വി ഹാവ് ഗോൺ, ലൈക്ക് റോട്ടർഡാം പോർട്ട്, അങ്ങനെയൊക്കെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കാണാനായിട്ട്. So yeah, so ഞങ്ങളുടെ ട്രെയിനിങ് is a mix of this practical and theoretical training, and it is definitely, and പിന്നെ ഈ കുറെ you get a lot of friends from all over the country. കുറെ ഒരുപാട് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് one of the I think the best part of the service. Yeah. Right. There is a question ഒരു കുട്ടി ചോദിച്ചത്, who inspired you more to achieve this career? Ma'am കേട്ടോ? I think network issue ആണോ അറിയില്ല. Should I repeat it once again? I think. Yeah, there is a question that is like, who inspired you most to achieve this career? Sorry, I think anything I'm കേട്ടില്ല. There was some network issue. Can you just repeat? Like, am I audible now? കേൾക്കുന്നുണ്ടോ ma'am? Yes, you're audible. Yes. Yeah, so like one student ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, who inspired you more to achieve this career? Well, inspired in the sense, it was not അങ്ങനെ ഇപ്പൊ ഞാൻ ഒരു IAS ഓഫീസറിനെ കണ്ടിട്ട് അങ്ങനെ ഇൻസ്പയർഡ് ആയതല്ല ശരിക്കും പറഞ്ഞാല്. But വീട്ടില് ഉള്ള I think probably my parents, my family, inspired in that way. In the sense, ഇപ്പം ഞാൻ Barclays, when I was working in Barclays, when I felt it, I was not happy there എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും they always wanted me to study more, അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻകറേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇനി മതി CA പഠിച്ചു, CA കഴിഞ്ഞു എന്ന് മതി അങ്ങനെ പറയുന്ന ഒരു പേരൻസ് അല്ലായിരുന്നു. സോ ഐ തിങ്ക് അവര് തന്ന ആ ഒരു സപ്പോർട്ടാണ് ഏറ്റവും ഒരു ഇതായിട്ട് തോന്നുന്നത്. ദാറ്റ്സ് വാട്ട് മെയ്ഡ് മീ തിങ്ക് ഓഫ് ഓക്കെ സ്റ്റഡിങ് മോർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം. Yeah, so that is it.
എന്താണ് മാമിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? വാട്ട് ഇസ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? Well, future plans. Well, first, I'm still finding my footing in the department. In my service, or rather in my service. So, even if I'm unexplored, this is my first posting. I am still in my first posting. So, in different diverse കാര്യങ്ങളുണ്ട് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ. Like customs ഉണ്ട്, അതുപോലെ intelligence agencies ഉണ്ട്, അതുപോലെ there's so many other opportunities in my service itself. So Adilek, I have to first get an exposure to that, and then probably I'll have to see what am I suited for best. എന്നുള്ളത് ഇപ്പം ഞാൻ ഒരു എക്സിക്യൂട്ടീവ് കമ്മീഷണറേറ്റ് എന്ന് പറയും, ഇപ്പം ഞാൻ പോസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഐ ഡൺ മൈ സ്റ്റിന്റ് ഹിയർ. സോ മേ ബി ഇനി അടുത്ത ഒരു പോസ്റ്റിലേക്ക് പോകും. അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു നോ വാട്ട് എന്റെ ഒരു എന്താ ആപ്റ്റിറ്റ്യൂഡ് എവിടെയാണ് എന്നുള്ളത് അറിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഫ്യൂച്ചർ കാര്യങ്ങൾ പഠിക്കണം. ഐ ഹാവ് സ്റ്റിൽ നോട്ട് ലെഫ്റ്റ് മൈ CA റൂട്ട്സ്, സോ ഐ എം ഓൾവേസ് ലുക്കിംഗ് ടു ഡു മോർ കോഴ്സസ് വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത് മൈ ഇറ്റ് വാസ് എ ബ്രേക്ക്. ഐ ടേക്കൻ എ ബ്രേക്ക്. ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ അങ്ങനെ CA റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി in future I would like to take up something on that lines as well. Post qualification courses ഒക്കെ ഉണ്ടല്ലോ ഒരുപാട്. So something of that's all. So yeah. So what do you have to tell the students who are watching this from your Well, side? I'm sure most of the students who are watching this will be CA students. Like Yeah, other കൂടുതലും watch ചെയ്യുന്നതെല്ലാം CA students ആയിരിക്കും. Yeah. No, I just feel CA ആണെങ്കിലും സിവിൽ സർവീസ് ആണെങ്കിലും എല്ലാത്തിനും there's a lot of hype to these courses. നമ്മൾ ആദ്യമേ കേൾക്കുമ്പോഴോ CA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് കോഴ്സസ്. സെയിം തിങ് ഫോർ സിവിൽ സർവീസസ് ഓൾസോ. From I am somebody who I have not even met a CA until I did my articleship probably. അല്ലെങ്കിൽ ചിലപ്പോൾ പഠിപ്പിക്കുന്ന സമയത്തായിരിക്കും പഠിപ്പിക്കാൻ കുറച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ വന്ന് പഠിപ്പിക്കുക. അതുവരെ I never even seen a chartered accountant. So I think that probably that lack of knowledge about CA helped me a lot because I didn't have that hype. I never thought, okay, this is an unattainable thing എന്നുള്ള ഒരു ചിന്ത എന്നെ മനസ്സിലായി because I was really unaware of this. So my knowledge was what I have learned during CPT, and that was not very difficult. CPT-ൽ പഠിച്ച കാര്യങ്ങൾ ഓക്കെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു ഞാൻ എപ്പോഴും അപ്രോച്ച് ചെയ്തത്. സോ ഐ തിങ്ക് when you go for any course, it's important that you don't hype it. ആ ഒരു ഹൈപ്പിലേക്ക് വീണ് പോകാതിരിക്കുക. And don't think, പിന്നെ I have seen many people എപ്പോഴും ആളുകൾ എസ്പെഷ്യലി both these courses are similar in that ആളുകൾ പറയും ഓക്കെ ആദ്യം ഒരു അറ്റംപ്റ്റ് എഴുതി നോക്കാം, എന്നിട്ട് വെറുതെ ഒന്ന് എക്സാം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എഴുതുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സീരിയസ് അറ്റംപ്റ്റ് ചെയ്യാം. ബട്ട് ഐ തിങ്ക് വി ആർ വേസ്റ്റിംഗ് അവർ ടൈം ലൈക്ക് ദാറ്റ് ബിക്കോസ് അങ്ങനെയൊന്നും ഇല്ല. വെനെവർ യു ആൻഡ് സെയിം കാര്യം തന്നെ പഠിക്കാൻ ആരെ കൊണ്ടാണെങ്കിലും എനിബഡി for that matter, it is not easy to study the same topic again and again. Rather, when you study for the first time, that is when you have the most motivation and most interest. So don't waste your attempts thinking that ഇപ്പൊ ഒരു വെറുതെ ഒരു അറ്റംപ്റ്റ് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു അറ്റംപ്റ്റ് കൊടുക്കാം. അങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യാതെ make most of whatever time is available to you, and never approach any exam with the with the thought that I'll not clear this, അല്ലെങ്കിൽ ഇത് ഭയങ്കര ടഫാ, ഇത് ക്ലിയർ ചെയ്യത്തില്ല എന്നുള്ള ഒരു ചിന്ത വെക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി ഹാർഡ് വർക്ക് ഇസ് it goes without saying. Hard work and determination goes without saying. And for both these courses, I think mental strength ഭയങ്കര important ആണ്. So find a good support group like parents, family ഉണ്ടെങ്കിൽ well and good. But if you feel a family അത് proper ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ you find friends who can do that for you. But I think that is very important. കാരണം ഒരിക്കൽ കിട്ടിയില്ലെങ്കിൽ you go into ഒരുപാട് വിഷമമായിരിക്കും, അല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് തോന്നുമ്പോൾ ഒരുപാട് വിഷമമായിരിക്കും. So that is something I feel we have to focus on എന്നുള്ളത്. I think that's a very valid point, അല്ലേ ധന്യമ്മ? because I think we have seen lot of students ഈ പറഞ്ഞ മാതിരി ജസ്റ്റ് ഒന്ന് വെറുതെ എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ട് they would waste that time. പിന്നീട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവർ ഇതേമാതിരി ഡിപ്രസ്ഡ് ആവും. ചിലപ്പോൾ ഈ ലാസ്റ്റ് മൊമെന്റ് ഒക്കെ ഒരു മാസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ തലകുത്തി നിന്ന് പഠിക്കുക. പക്ഷെ അതില് കാര്യം ഉണ്ടാവില്ല. റൈറ്റ് ഫ്രം ദി ബിഗിനിങ് they have to put the effort. അപ്പൊ അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈവൻ ദോ ഐ എം നോട്ട് ഇൻ ടു ടീച്ചിങ്, ഐ ഹവ് ബീൻ ഇൻ ടു ദിസ് ഫീൽഡ് ലൈക് സിൻസ് ലാസ്റ്റ് 4 years. അപ്പം നമുക്ക് ആ കുട്ടികളുടെ ഒരു കണ്ടിട്ട് ഏകദേശം അറിയാം. Correct. Right. So I think that's it. I think we can wind up. I think we have covered really almost nice all the points.
Thank Yeah, you. it I was also such a great pleasure to have you, ma'am. Have you? എന്തായാലും ഇത്രയും ഒരു തിരക്കിൽ നമ്മൾ വിളിച്ചപ്പോഴേക്കും യു വെ സോ ഒബ്ലൈജിങ് വരാമെന്ന് പറഞ്ഞു. വി സ്പോക്ക് ടുഡേ മോർണിംഗ് ആൻഡ് സെയിം തിങ് വിത്ത് ധന്യ മാം ഓൾസോ. ഷീ വാസ് ഓൾസോ ബിസി വിത്ത് ഹർ ക്ലാസ്സസ്. 6 മണിക്ക് 6:30 മണിക്ക് ക്ലാസ് എങ്ങനെയൊക്കെയോ വൈൻഡ് അപ്പ് ചെയ്തിട്ടാണ് ഷീ ഓൾസോ കെയിം ഫോർ ദിസ് ഹോസ്റ്റിംഗ്. സോ താങ്ക്സ് ടു ബോത്ത് ഓഫ് യു, എന്റെ ഭാഗത്തു നിന്നും ആൻഡ് ഫ്രം ട്രിപ്പിൾ ഐസ് ഭാഗത്തു നിന്നും. താങ്ക് യു സോ മച്ച് ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം വിത്ത് ബോത്ത് ഓഫ് യു. Thank you so thank you. much. And ma'am, all the best for your future, also your future vendors. And ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് നേരിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, hope to see you soon in person. Yes, Same here. absolutely. Same here. Would be great to see you in person. Thank you so much. അപ്പൊ ഇതെല്ലാം Thank you. കണ്ട എല്ലാവർക്കും, ലൈവില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, മെസ്സേജ് അയച്ചവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ So വാച്ചിങ്. much. Yeah. Good night everyone. Bye Good bye. night. Bye.